ആനന്ദ്പൂർ ഗ്രാമത്തിൽ ഒരു വയസ്സായ അമ്മൂമ്മ പാനകൾ ഉണ്ടാക്കുകയായിരുന്നു. സുമിത്ര ദിവസവും പാനകൾ ഉണ്ടാക്കുകയായിരുന്നു. അമ്മ, ഈ പാന എത്ര രൂപയാ? ഒരു പാന 200 രൂപയാണ്. അയ്യോ, ഇത്രയും വിലയോ? ഇതിന് സ്റ്റീലിൽ ഒരു കുടം വാങ്ങാമല്ലോ. ഞാൻ ഇതിനെ വേണമെങ്കിൽ 100 രൂപ തരാം. ഇവിടെ നോക്കുമോളെ, ആ പാന വളരെ വലുതാണ്. അതിന് 100 രൂപ വളരെ കുറവാണ്. 120 രൂപയ്ക്ക് മുകളിൽ 1 രൂപ പോലും ഞാൻ തരില്ല. ശരി മോളെ, എടുത്തോ. സുമിത്ര ദിവസവും പാനകൾ ഉണ്ടാക്കുമായിരുന്നു. പാന വാങ്ങാൻ വരുന്നവരെപ്പോഴും പേരും സംസാരിച്ചിട്ടാണ് വാങ്ങാറ്. സുമിത്രയുടെ വരുമാനവും ദിവസം തോറും കുറഞ്ഞുകൊണ്ടിരുന്നു. അമ്മേ, ആ പാന എന്തിനാണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത്? വേറെന്ത് ചെയ്യാനാ? നീ എന്റെ അവസ്ഥ കണ്ടതല്ലേ. ഒന്ന്, ജനങ്ങൾ വിലയ്ക്ക് തർക്കിക്കുന്നു. അതുമാത്രമല്ല, മൺപാന വാങ്ങിക്കുന്നവരൊക്കെ ഇപ്പൊ തീരെ കുറവാണ്. എല്ലാരും സ്റ്റീൽ പാത്രങ്ങളാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി നീ പറ, ഞാൻ എന്ത് ചെയ്യാനാ? ഒരു വർഷത്ത് നിന്റെ വയസ്സും കൂടിക്കൊണ്ടേ പോകുന്നു. എങ്ങനെയെങ്കിലും നിനക്കൊരു കല്യാണം കഴിപ്പിക്കണം. അതാണ് ഇപ്പോഴത്തെ എന്റെ കടമ. അമ്മേ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കുമല്ലോ. അതെങ്ങനെ? എനിക്ക് തോന്നുന്നു കഴിക്കുന്ന വസ്തുക്കൾ എന്തെങ്കിലും വിൽക്കാമെന്ന് തോന്നുന്നു. അത് കാരണം നമ്മുടെ വരുമാനവും അധികരിക്കും. കഴിക്കുന്ന സാധനമോ? അതെ അമ്മേ, ഇപ്പോഴേക്ക് ആഹാര സാധനങ്ങൾക്ക് വില എല്ലാ സ്ഥലത്തും അധികം. മാർക്കറ്റിലേക്ക് ഹോട്ടലുകളിലാണ് തിരക്ക് അധികമുള്ളത്. അത് നേരാണ്. പക്ഷെ നീ എന്ത് വ്യാപാരം ചെയ്യും? ഇപ്പൊ എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കാം. ശരി മോളെ, നീ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് യാതൊരു നഷ്ടവുമില്ല. അത് കേട്ടപ്പോ തന്നെ അഞ്ജു വല്ലാതെ സന്തോഷപ്പെട്ടു. വൈകുന്നേരം അവൾ മാർക്കറ്റിലേക്ക് പോയി. പിന്നെ ഇവൾ അവിടെ എവിടെയും നോക്കി. ചാറ്റ്, സമൂസ, ബേൽപൂരി, ചൈനീസ് ബേൽ, ഇതെല്ലാം തന്നെ ഈ മാർക്കറ്റിലുണ്ട്. ഇതല്ലാതെ ഞാൻ വേറെന്തെങ്കിലും ചിന്തിച്ചേ പറ്റൂ. അത് വില കുറവുമായിരിക്കണം. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും വേണം. അഞ്ജു ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അവൾ മാഗി നൂഡിൽസ് പാക്കറ്റ് കണ്ടു. ആ, മാഗി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പിന്നെ അത് വിലയും കുറവാണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഞാൻ അത് തന്നെ ചെയ്യാം. അഞ്ജു വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അവൾ അമ്മേന്റെ അടുത്ത് പറഞ്ഞു, അമ്മേ, ഞാൻ മാഗി വിൽക്കാൻ പോകുകയാ. അത് ശരി, പക്ഷെ ജനങ്ങൾ അത് വാങ്ങിക്കുമോ? വാങ്ങിക്കും അമ്മേ. ഞാൻ വെറുതെ ചുറ്റി നോക്കാൻ പോയതാ. അപ്പോഴാണ് ഞാനത് കണ്ടത്. മാഗി കടയിൽ എത്ര തിരക്കുണ്ടായിരുന്നെന്ന് അറിയാമോ? ഞാനും മാഗി വിൽക്കും. നമ്മുടെ കടയിലേക്കും ഒരുപക്ഷെ കസ്റ്റമേഴ്സ് വരാമല്ലോ. ശരി മോളെ, പ്രയത്നിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. മാത്രമല്ല, മാഗി കടയിടാൻ വലിയ ചെലവൊന്നും ആകില്ല മോളെ. അതെ. സുമിത്ര അഞ്ജുന്റെ കയ്യിൽ കുറച്ച് കാശും കൊടുത്തു. ഇതിൽ ആവശ്യമുള്ള സാധനങ്ങളും പച്ചക്കറികളും വാങ്ങിച്ചോളൂ. ശരിയോ മോളെ? ശരിയമ്മേ. അഞ്ജു മാർക്കറ്റിലിരുന്ന് കുറച്ച് മാഗി ഡബ്ബ, കുറച്ച് കായ്കറികൾ, പിന്നെ ചെറിയ ചെറിയ പ്ലേറ്റ്സും വാങ്ങിച്ചു. പിന്നെ അഞ്ജു മാർക്കറ്റിന് നടുക്ക് അവളുടെ മാഗി കടയും വെച്ചു. അഞ്ജുവിന്റെ അടുത്ത് ഒരു ചാട്ട് കട ഉണ്ടായിരുന്നു. ഇന്നൊരു സ്ഥലത്ത് ബേൽപൂരി കട ഉണ്ടായിരുന്നു. ചാട്ടും പിന്നെ ബേൽപൂരി കടക്കാരൊക്കെ അഞ്ജുവിന്റെ കടയും കണ്ടിട്ട് ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയായിരുന്നു. അഞ്ജു തന്റെ കടയിൽ മാഗി പാക്കറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് വെച്ചു. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവൾ ഇതൊക്കെ ചെയ്തു. മോളെ, മാഗി എത്രയാണ്? സാധാരണ മാഗി 15 രൂപ, വെജിറ്റബിൾ മാഗി 20 രൂപ. ഒരു വെജിറ്റബിൾ മാഗി തരൂ. അഞ്ജു 2 മിനിറ്റ് കൊണ്ട് തന്നെ അവൾ വെജിറ്റബിൾ മാഗി ഉണ്ടാക്കി. പിന്നെ ആ കസ്റ്റമേഴ്സിനും കൊടുത്തു. ഈ കസ്റ്റമർ കഴിക്കുന്ന കണ്ടിട്ട് ഇന്നും കുറച്ച് കസ്റ്റമേഴ്സ് കഴിക്കാൻ വേണ്ടി വന്നു. എനിക്ക് 2 സാധാരണ മാഗി നൽകൂ. എനിക്കൊരു വെജിറ്റബിൾ മാഗി നൽകൂ. കസ്റ്റമേഴ്സ് ഇങ്ങനെ ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അഞ്ജുവും മാഗി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അഞ്ജുവിന്റെ കട പുതിയ കടയാണ്. അവൾ അവിടെ വന്നതിന് ശേഷം കസ്റ്റമേഴ്സിന്റെ തിരക്കും കൂടിക്കൊണ്ടിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇവർക്ക് സഹിക്കാൻ പറ്റിയില്ലായിരുന്നു. അവരെല്ലാരും അസൂയപ്പെടുകയായിരുന്നു. നല്ല ചൂടുള്ള മാഗി, നല്ല രുചിയുണ്ട്. വളരെ നന്ദി. ചൂടുള്ള മാഗി കസ്റ്റമേഴ്സ് ഒക്കെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആദ്യം ദിവസം തന്നെ അഞ്ജുവിന് നല്ല വരുമാനമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവൾ സന്തോഷത്തിലായിരുന്നു. അഞ്ജുവിന്റെ വരുമാനം കണ്ടിട്ട് സുമിത്രയും വല്ലാതെ സന്തോഷത്തിലായിരുന്നു. വളരെ നല്ല കാര്യം മോളെ. നീ എപ്പോഴും ഇതുപോലെ സന്തോഷമായിരിക്കണം. അഞ്ജുയുടെ വ്യാപാരം നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഏതൊരു വകയിൽ അവളുടെ അമ്മയ്ക്ക് അവൾ സഹായിച്ചു. അതുമില്ലാതെ സുമിത്ര അഞ്ജുവിനെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അതിനുശേഷം കുറെ ദിവസങ്ങളായിട്ട് അഞ്ജുയുടെ കട നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു. എപ്പം നോക്കിയാലും കസ്റ്റമേഴ്സ് നല്ല തിരക്കായിരിക്കും. പിന്നെ അഞ്ജുവിന്റെ വരുമാനം നന്നായിട്ടുണ്ടായിരുന്നു.
അടുത്തുള്ള കടക്കാരൊക്കെ നല്ല വിഷമത്തിലായിരുന്നു. ഒരു ദിവസം എന്താ സംഭവിച്ചു വെച്ചാൽ അഞ്ജു തന്റെ കട തുറന്നു വെച്ചിരുന്നു. അയ്യോ, വീട്ടിൽ നിന്ന് സ്പൂൺ എടുക്കാൻ മറന്നുപോയി. ഇപ്പൊ ചെന്ന് കൊണ്ടുവരാം. അഞ്ജു വീട്ടിലേക്ക് പോയിരുന്നു. ഈ സമയം നോക്കിയിട്ട് അടുത്തുള്ളവരൊക്കെ അവളുടെ കടയിലുള്ള പാത്രങ്ങളൊക്കെ മോഷ്ടിച്ചു പോയി. അവളുടെ കടയിലുള്ള കടായി, പ്ലേറ്റ്സ് എല്ലാം എടുത്തുകൊണ്ടുപോയി. ഇപ്പൊ ഇവൾ ഈ സാധനങ്ങളും ഇല്ലാതെ മാഗി എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. ഞാനും നോക്കാം. അഞ്ജു തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അവളുടെ കടയിൽ ഒരു സാധനം ഇല്ലായിരുന്നു. നിങ്ങൾ എന്റെ കടായും പാത്രം എന്തെങ്കിലും കണ്ടോ? ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ അടുത്തവരെ നോക്കാനുള്ള നേരൊന്നും ഞങ്ങളടുത്തില്ല മോളെ. അഞ്ജുവിന് ഇപ്പൊ വല്ലാതെ വിഷമമായി. അവൾ വീണ്ടും വീട്ടിലേക്ക് പോവുകയായിരുന്നു. എന്തു പറ്റി? അഞ്ജു തന്റെ കടയിൽ മോഷണം പോയ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പുതിയതായിട്ട് പാത്രവും പ്ലേറ്റും ഒക്കെ വാങ്ങിക്കണമെങ്കിൽ കാശ് വേണം. അപ്പോഴാണ് സുമിത്ര തന്റെ ശ്രദ്ധ വന്നത്. മണ്ണുണ്ടാക്കിയ കടായും പിന്നെ ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തേക്ക് നീ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചൂടെ മോളെ? ഈ മൺപാത്രം ഉപയോഗിച്ച് മാഗി ചെയ്യേ, പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങളിലെ കസ്റ്റമേഴ്സിന് കൊടുക്ക്. പക്ഷെ അമ്മേ, ഇന്നൊരു ദിവസത്തേക്ക് ഇത് വെച്ചോ മോളെ, നാളെ നമുക്ക് നോക്കാം. ശരി അമ്മേ. അഞ്ജു ആ ചെറിയ ചെറിയ മൺപാനയും പിന്നെ ചട്ടിയൊക്കെ എടുത്തുകൊണ്ടുപോയി. പിന്നെ അവൾ വീണ്ടും അവളുടെ കടയിൽ പോയി. പിന്നെ അവളുടെ കട നന്നായിട്ട് അലങ്കാരമൊക്കെ അവൾ ചെയ്തു വെച്ചു. ഈ പ്രാവശ്യം അവളുടെ കടയിൽ കടായിന് പകരം പാനയായിരുന്നു. എന്താ ഇത് പുതിയതായിട്ടുണ്ടല്ലോ? അഞ്ജുവിന് എന്താ പറയണ്ടെന്ന് ഒന്നും അറിയില്ലായിരുന്നു. പാന മാഗി. പാന മാഗിയോ? വളരെ വ്യത്യാസമുണ്ടല്ലോ. എനിക്കൊരു വെജിറ്റബിൾ മാഗി തരൂ. അഞ്ജു മൺകടായ കൊണ്ട് മാഗി ഉണ്ടാക്കി. പിന്നെ അത് ചെറിയ പാനയിൽ മാഗി കൊടുത്തു. പിന്നെ അദ്ദേഹം അതെടുത്ത് കഴിച്ചു. വാവ്, ഇതിന് നല്ല രുചിയുണ്ട്. ഇതിന് മുന്നേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നും കുറെ കസ്റ്റമേഴ്സ് പാന മാഗി ഓർഡർ ചെയ്തു. അഞ്ജു എല്ലാവർക്കും മാഗി പാനയിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഇത് വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ. ഇതുപോലെയുള്ള മാഗി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. കസ്റ്റമേഴ്സിന് പാന മാഗി വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇനി മുതൽ ഞങ്ങൾ ഇവിടെയേ മാഗി കഴിക്കുള്ളൂ. ശരി, തീർച്ചയായും. അഞ്ജുവിന് നന്നായിട്ട് മനസ്സിലായി. അതായത് അവൾ ഉണ്ടാക്കുന്ന പാന മാഗിയിലാണ് വരുമാനം കൂടുന്നത്. അവളുടെ അടുത്തുള്ള കടക്കാരൊക്കെ ഇന്നും വളരെ വിഷമിക്കാൻ തുടങ്ങി. അവര് രണ്ടുപേരും വിചാരിച്ചത് എന്താണ്, പക്ഷെ നടന്ന സംഭവം വേറെയാണ്. അടുത്ത ദിവസം അഞ്ജു കട തുറക്കുന്ന മുമ്പ് തന്നെ കസ്റ്റമേഴ്സ് ഒക്കെ അവിടെ കാത്തിരിക്കുകയായിരുന്നു. അഞ്ജു തുടങ്ങിയ ഉടനെ തന്റെ ജോലിയും ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ അവൾ വന്ന ഉടനെ പാന മാഗി ഉണ്ടാക്കാനും തുടങ്ങി. പിന്നെ കസ്റ്റമേഴ്സിനൊക്കെ വിളമ്പിയും കൊടുത്തു. കസ്റ്റമേഴ്സ് ഒക്കെ വളരെ സന്തോഷമായിരുന്നു. അഞ്ജുവിന്റെ വരുമാനം പല മടങ്ങ് കൂടിപ്പോയി. കുറച്ചു ദിവസത്തിൽ തന്നെ അഞ്ജുവിന്റെ അമ്മ സുമിത്രയും അവളുടെ കൂടെ സഹായിക്കാൻ വേണ്ടി വന്നു. അമ്മയും മകളും ചേർന്നിട്ട് ഒരു ദിവസം 1000 റുപ്യന് മേലെ കാശുണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ അമ്മ സുമിത്രയ്ക്ക് അഞ്ജുവിന്റെ കല്യാണം പറ്റി ഒരു വിഷമവും ഇല്ലായിരുന്നു. ഞാൻ ആലോചിച്ചു പോലും നോക്കിയിട്ടില്ല എന്റെ മോൾ ഇത്ര വലിയവളാകുമെന്ന്. ഇനി മുതൽ ഞാൻ ഇവളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ദൈവമേ, നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്. സുമിത്രയും അഞ്ജുവും വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ അതേ സമയത്ത് അഞ്ജുവിന് അടുത്തുള്ള കടക്കാര് വല്ലാതെ ദുഃഖത്തിലായിരുന്നു. നമ്മൾ എന്തോ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ എന്തോ സംഭവിച്ചല്ലോ. അതല്ലേ ആൾക്കാര് പറയുന്നത്, നിനക്ക് സമയം ശരിയില്ലെങ്കിലേ നീ ഒട്ടകത്തിന് മേലെ ഇരുന്നാലും പട്ടി വന്ന് കടിക്കുമെന്ന്. ഒരുപക്ഷെ തലവരെ നല്ലതാണെങ്കിലേ അവർക്ക് നമ്മൾ ദ്രോഹം ചെയ്താലും അവർക്ക് നല്ലതേ നടക്കുള്ളൂ. നമ്മൾ രണ്ടുപേരും വേറെ ഏത് വ്യാപാരം നോക്കിയാൽ നല്ലതെന്ന് തോന്നുന്നു. ഇനി എന്ത് ചെയ്താലും നമ്മുടെ പരിപാടി ഇവിടെ നടക്കൂല. ഇപ്പൊ ഇവിടെ ജനങ്ങളൊക്കെ പാന മാഗി കഴിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അഞ്ജുവിന്റെ അടുത്തുള്ള കടക്കാരൊക്കെ അവരുടെ കടയെ എടുത്തിട്ട് ഇവിടെ എല്ലാം കാലി ചെയ്തിട്ട് പോയി കളഞ്ഞു. അഞ്ജുവിടെ പാന ഉണ്ടാക്കുന്ന മാഗി നല്ല ഫേമസ് ആയി അവൾ ഉയർന്നു പോയിക്കൊണ്ടിരുന്നു. പക്ഷെ അവൾക്ക് എങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവും അവസാനത്തിന് ഉണ്ടാക്കിയ പാന മാഗിയാണ് ഹിറ്റായതെന്ന്? എല്ലാം ദൈവത്തിന്റെ പുണ്യം.